നമ്മൾ ഇപ്പോൾ കീർഗംഗ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ബുക്ക് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ എത്തിയത് എന്നതിൻ്റെ ഒരു കഥയാണ് പറയണത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചിറ്റ്കുലിലാണ്. കിർഗംഗയുടെ സീരീസ് എന്നൊക്കെ പറയണത് ഇപ്പോൾ ഒരു മാസം മുന്നേ ഉണ്ടായ വീഡിയോസാണ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കണേ. ഇവിടെ ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ അപ്പോൾ എൻ്റെ നെയ്ബറായിട്ടൊരു പഞ്ചാബി ഉണ്ട്. അപ്പോൾ ആളെ ഇന്ന് രാവിലെയാണ് ഞാൻ മീറ്റ് ചെയ്യണേ. ആൾ ഇന്നൊരു ട്രക്കിന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ സംസാരിച്ച് കഴിഞ്ഞ് ട്രക്കിന് പോകുന്നതിന് മുന്നേ ആളുടെ അടുത്ത് ചോദിച്ചു ബുക്ക് വായിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ബുക്ക് വായിക്കും, ഇപ്പം അധികം വായനയൊന്നുമില്ല, വായിച്ചിട്ടൊക്കെ കുറേ നാളായി. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു ബുക്ക് വായിച്ച് നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി ഒരു 5-6 പേജ് ഞാൻ ചിലപ്പം വായിച്ചിട്ട് ഞാൻ വീണ്ടും ഇന്ന് കറങ്ങാനൊക്കെ പോകുമെന്ന് വിചാരിച്ച്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു 4-5 ചാപ്റ്റർ ഇപ്പോൾ വായിച്ചിരുന്നു. പക്ഷേ അതിനകത്ത് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് വന്നതെന്ന് പറയുന്നത് കുറച്ച് സെൻറ്റൻസസ് ആണ്. ആ ഒരു സെൻറ്റൻസസ് ഞാൻ കൊടുക്കാം, നിങ്ങളൊന്ന് വായിച്ചു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ഫോളോ ചെയ്യുക, ഹാപ്പിനെസ് നിങ്ങളെ തേടി ഓട്ടോമാറ്റിക്കലി വരും. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു യാത്രകളെന്ന് പറയുന്നത്. ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് ഞാൻ കുറേ എഫേർട്ട് ഇട്ടു. ഇപ്പോൾ ആ ഡ്രീമിലൂടെ ഞാൻ ജീവിക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് എത്രമാത്രം സന്തോഷം തരുന്നു എന്ന് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എനിക്ക് തന്നെയാണ്. അപ്പോൾ ഞാനത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. സോ ഗൈസ്, ഫോളോ യുവർ ഡ്രീംസ്. നിങ്ങൾ എന്താണ് ഡ്രീംസ് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഹാപ്പിനെസ് വിൽ കം ടു യു നാച്ചുറലി.